എല്ലാവർക്കും കൂടി ഡോണ കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ചെമ്മീൻ അച്ചാറാണ്. അപ്പോൾ അതിനായിട്ട് എടുത്തിരിക്കുന്നത് 1/2 കിലോ ചെമ്മീൻ നന്നായി ക്ലീൻ ചെയ്ത് കഴുകിയതിന് ശേഷം രണ്ടായിട്ട് ഞാൻ കട്ട് ചെയ്തിരിക്കുകയാണ്. കാരണം ഇവിടെ കിട്ടുന്ന ചെമ്മീന് വലിപ്പം കൂടിയ ചെമ്മീനാണ്, അതുകൊണ്ട് ഞാൻ രണ്ടായിട്ട് കട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ നാട്ടിൽ കിട്ടിയേക്കുന്ന ചെറിയ ചെമ്മീനിലാണ് അച്ചാർ ഉണ്ടാക്കുന്നതാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ഉള്ളത്. അപ്പം വലുതായിട്ട് നമ്മൾ ഇവിടുത്തെ ചെമ്മീൻ ഇട്ട് കഴിഞ്ഞാൽ അതിലേക്ക് മസാല ഒന്നും കയറി പിടിക്കത്തില്ല, അതുകൊണ്ടാണ് ഞാൻ രണ്ടായിട്ട് കട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിലേക്ക് വേണ്ടിയത് ഒരു കുടം വെളുത്തുള്ളി ഇങ്ങനെ നീളത്തിൽ കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടിയത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. പിന്നെ കറിവേപ്പില വേണം. ആദ്യം നമുക്ക് ഈ ചെമ്മീനിലേക്ക് കുറച്ച് മസാലയൊക്കെ പുരട്ടി അരമണിക്കൂർ ഒന്ന് വെക്കണം. അതിനുശേഷം ആണ് നമ്മൾ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒരു ഹാഫ് ഫ്രൈ മതി. അതിന് ശേഷമാണ് നമ്മൾ അച്ചാർ തയ്യാറാക്കാൻ പോകുന്നത്. 1/2 ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടി ചേർത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ്. അപ്പോൾ ഈ മസാലയെല്ലാം യോജിച്ചിട്ടുണ്ട്. ഇതൊരു അരമണിക്കൂർ നമുക്കൊന്ന് അടച്ചു വെക്കാം. അപ്പം അരമണിക്കൂറായിട്ട് നമ്മുടെ ചെമ്മീൻ മസാലയൊക്കെ പുരട്ടി വെച്ചിരിക്കുകയായിരുന്നു. നമുക്ക് ഈ ചെമ്മീൻ ഒന്ന് വറുത്തെടുക്കാം. ഞാനിപ്പോൾ ഒരു പാത്രത്തിൽ കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത്. എണ്ണ ചൂടായതിന് ശേഷം അതിലോട്ട് ഞാൻ കറിവേപ്പില ഒഴിച്ചിട്ടുണ്ട്. ഞാൻ എണ്ണ ചൂടായ സമയത്ത് ക്യാമറ ഓഫായിപ്പോയി, അതാണ് കാണിക്കാൻ പറ്റിയില്ല. ഇതിലോട്ട് നമുക്ക് ചെമ്മീൻ പകുതി ചേർത്ത് കൊടുക്കാം. ഇതൊരു ഹാഫ് വേവായാൽ മാത്രം മതി. ഇപ്പം ഇത് നന്നായിട്ട് ഇപ്പം ഞാൻ ഒരു ഹാഫ് ഫ്രൈ ആകാൻ പോവുകയാണ്. അപ്പം നല്ലൊരു മണം വരും. ആ സമയത്ത് നമുക്കിത് ഫ്രൈ പാനിൽ നിന്ന് മാറ്റണം. അപ്പം ഇത് മതി. നമ്മുടെ ആദ്യത്തെ ഒരു ട്രിപ്പ് ഇത് ഒന്ന് ഫ്രൈ ആയിട്ടുണ്ട്, ഒരു ഹാഫ് ഫ്രൈ ആയിട്ടുണ്ട്. ഞാനിതിനകത്തൊന്ന് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാൻ പോവാണ്. നിങ്ങൾക്കിപ്പം ഈ ഫ്രൈ ചെയ്ത എണ്ണയിൽ തന്നെ വേണമെങ്കിൽ നമുക്ക് അച്ചാർ തയ്യാറാക്കാം. അതല്ല എങ്കിൽ നമ്മുടെ നല്ലെണ്ണയിൽ ഉണ്ടാക്കാം. അപ്പം ഞാൻ ഈ വെളിച്ചെണ്ണയിൽ തന്നെയാണ് ഞാൻ അച്ചാർ തയ്യാറാക്കാൻ പോകുന്നത്. കാരണം ഇത് കുറച്ച് എമൗണ്ടേ ഉള്ളൂ, അതപ്പോൾ പെട്ടെന്ന് തീർക്കും. അപ്പോൾ ഒത്തിരി ആയിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കണമെങ്കിൽ നല്ലെണ്ണയിൽ തന്നെ ഉണ്ടാക്കുക. കാരണം ഇതിനകത്ത് തന്നെ നമ്മുടെ മസാലയൊക്കെ യോജിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ വേറെ എണ്ണ ആക്കിയാൽ ആ ടേസ്റ്റ് ഇച്ചിരി വ്യത്യാസം ഉണ്ടാവും. അപ്പം അതൊക്കെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ചസ് മാറ്റി വരുത്തുക. ഇതിപ്പോൾ ഇതിൽ തന്നെ ഉണ്ടാക്കണമെന്ന് ഒരിക്കലും പറയുന്നില്ല. നിങ്ങൾക്ക് നല്ലെണ്ണയാണ് ഇഷ്ടമെങ്കിൽ അതിൽ തന്നെ ഉണ്ടാക്കുക. അപ്പം നമ്മുടെ രണ്ടാമത്തെ ട്രിപ്പും ചെമ്മീൻ ഫ്രൈ ആയിട്ടുണ്ട്. ഒരു പാത്രത്തിലോട്ട് മാറ്റുകയാണ്. ഇപ്പം നമ്മുടെ ചെമ്മീൻ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇത് നാറിയതിന് ശേഷം വേണം നമുക്ക് അച്ചാർ തയ്യാറാക്കാനായിട്ട്. ഫ്രൈ ചെയ്ത വെളിച്ചെണ്ണയിലാണ് അച്ചാർ തയ്യാറാക്കി എടുക്കുന്നത്. അപ്പം എണ്ണ ചൂടാൻ നിൽക്കുന്നതിലോട്ട് ഞാൻ 1.5 ടീസ്പൂണോളം കടുക് ചേർത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ കടുക് പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരു 5 വറ്റൽമുളക് രണ്ടായിട്ട് കീറിയിട്ടിട്ടുണ്ട്. കറിവേപ്പില ചേർക്കുവാണ്. ഇനി ഇതിലോട്ട് വെളുത്തുള്ളി, ഒരു കൂടം വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്. അപ്പം നിങ്ങൾ ഇത് ചെയ്യുമ്പോൾ ഒരു അരിപ്പയിൽ ഈ എണ്ണ ഒന്ന് അരിച്ചിട്ട് ചെയ്യുവാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ്. അരിപ്പയിൽ അരിച്ച് മാറ്റാൻ നിന്നില്ല എണ്ണ. ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഞാൻ മുളക് പൊടി ചേർക്കാൻ പോവാണ്. രണ്ടര ടീസ്പൂണോളം എരിവുള്ള മുളക് പൊടി ചേർത്തിട്ടുണ്ട്. വറുത്ത് പൊടിച്ച ഉലുവ 1/2 ടീസ്പൂൺ, കായം ഒരു 1/4 ടീസ്പൂൺ. എരിവുള്ള മുളക് പൊടിയാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. കാരണം ചെമ്മീൻ അച്ചാറിന് ഇച്ചിരി എരിവ് വേണം. ഇനി ഇതിലോട്ട് ഞാനൊരു 1/2 കപ്പ് വിനീഗർ ചേർക്കുകയാണ്. ഇതൊന്ന് തിളച്ചതിന് ശേഷം നമുക്ക് ചെമ്മീൻ ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പ് കൂടെ ചേർക്കുവാണ്. നമ്മൾ മീൻ ഫ്രൈ ചെയ്യാൻ നേരത്തെ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. ഇപ്പം നമ്മുടെ വിനീഗർ ഒന്ന് തിളച്ചിട്ടുണ്ട്. ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ വറുത്ത് കോരി വെച്ചിരിക്കുന്ന ചെമ്മീൻ ചേർക്കുവാണ്. കൂട്ടി യോജിപ്പിക്കുക. ഇതിപ്പം തണുത്ത് കഴിയുമ്പോൾ തന്നെ കുറച്ച് ഈ ചാറ് പറ്റും. അപ്പം ഇതൊരു 3-4 ദിവസം കഴിയുമ്പോഴാണ് ഇതിന് ടേസ്റ്റ് ഉണ്ടാകുന്നത്.
അപ്പോൾ ഇത് തണുത്തതിന് ശേഷം ഒരു കുപ്പിയിൽ സൂക്ഷിച്ച് വെക്കുക. പ്ലാസ്റ്റിക് കുപ്പിയിൽ ഒരിക്കലും സൂക്ഷിച്ച് വെക്കരുത്, കുപ്പിയിൽ മാത്രമേ സൂക്ഷിച്ച് വെക്കാവുള്ളൂ. അതേപോലെ നനഞ്ഞ സ്പൂണ് ഉപയോഗിക്കരുത്, അപ്പം നമ്മുടെ അച്ചാർ പെട്ടെന്ന് കേടായി പോവും. അതേപോലെ ഇതിപ്പോൾ ഞാൻ കുറച്ച് 1/2 കിലോയാണ്, ഇതിപ്പോൾ കുറച്ച് എമൗണ്ടിൽ ഉണ്ടാക്കിയിരിക്കുന്നതുകൊണ്ട് തന്നെയാണ് ഞാൻ വെളിച്ചെണ്ണയിൽ തന്നെ ഇട്ട് ചെയ്തത്. ഫ്രൈ ചെയ്ത എണ്ണയിൽ ഉപയോഗിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ നല്ലെണ്ണ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലത്തെ അടുത്ത നല്ല റെസിപ്പിയായി വരുന്നത് വരെ നന്ദി, നമസ്കാരം, താങ്ക് യു.